ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഡെയ്സി ചെടിയെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്. ഡെയ്സി ചെടി പല വെറൈറ്റീസിലുണ്ടെങ്കിലും ഈ ഒരു വെറൈറ്റി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും നന്നായിട്ട് ഒരു കീടശല്യം ഇല്ലാതെ വളരാനും മാത്രമല്ല മറ്റ് ചെടികൾക്ക് കീടശല്യം ഇല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ ഈ ചെടിക്ക് കഴിയും. കാര്യം ഇതിലൊരു പൈറേറ്റ് ബഗ്സ് ഉണ്ട്. അത് ഈ വൈറ്റ് ഡെയ്സിയിലാണ് കൂടുതൽ. പൂമ്പൊടിയാണ് അതിൻ്റെ ഭക്ഷണം. അപ്പോൾ അത് നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലുള്ള മറ്റ് ചെടികളിലുണ്ടാകുന്ന കീടങ്ങളെയൊക്കെ തടയാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കിതിന് നട്ടു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പോട്ടിൽ താഴെ ഭാഗത്ത് കരിയിലയാണ് നിറയ്ക്കുന്നത്. ആവശ്യത്തിന് മണ്ണും ചകിരിപ്പൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചെടി ഇറക്കി വെക്കുക. വെച്ചതിന് ശേഷം അതിൽ കുറച്ച് മണ്ണും അതിൻ്റെ മേലും ഇട്ട് കൊടുക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. ചെടി നന്നായിട്ട് വളർന്നോളും. വേരുകളിൽ നിന്നൊക്കെ പുതിയ പുതിയ തൈകൾ പെട്ടെന്ന് പൊട്ടി വരും. പിന്നെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറയെ പൂക്കളും ഉണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചെടി നടാനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ മറ്റ് ഡെയ്സികളെ പോലെ ഭയങ്കരമായിട്ട് പരിപാലിക്കുകയൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. ഇതൊരു നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വളർന്നോളും. വളർച്ച വേഗത്തിലായത് കാരണം പെട്ടെന്ന് തന്നെ ചട്ടിയിൽ വേര് പടർന്ന് തിങ്ങി നിറഞ്ഞ് വളരും. അത് മാറ്റി വേറെ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ കുറേ തൈകൾ നമുക്ക് ആക്കിയെടുക്കാം. ഇത് നമ്മുടെ കൃഷിക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു ചെടിയാണ്. ഇത് കൃഷിത്തോട്ടത്തിലൊക്കെ ബന്ധിച്ചെടി പോലെ നിറയെ വെച്ച് പിടിപ്പിച്ചാൽ കീടങ്ങളുടെ ഒരു ആക്രമണവും ഉണ്ടായില്ല. ഇപ്പം എൻ്റെ ഒരു പോട്ടിൽ നിറഞ്ഞു വളർന്ന ഒരു ഡെയ്സി ചെടിയാണ് കാണുന്നത്. ഇത് ഞാനിപ്പോൾ മാറ്റി നടാനായിട്ട് പോവുകയാണ്. ഒറ്റ പോട്ടിൽ നട്ട് പിടിപ്പിച്ച ഒരു 100 പോട്ടിലേക്ക് വെക്കാനുള്ള ചെടി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് കട്ടിങ്സ് വെച്ചിട്ടും പിടിപ്പിച്ചെടുക്കുക. കട്ടിങ്സ് വെച്ചത് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ വേരിൽ നിന്ന് തൈയായിട്ട് വേരോട് ഉൾപ്പെടെയുള്ള കുറേ തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ കിട്ടും. എല്ലാ ഡെയ്സി ചെടികളും അങ്ങനെ തന്നെയാണ്, തൈകൾ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. പക്ഷേ ഈ ഡെയ്സി ചെടിയിൽ ഒത്തിരി തൈകളുണ്ടാവും. ഇത് നമുക്ക് മാറ്റി നട്ടിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മണ്ണോടുകൂടി തന്നെ അടർത്തി മാറ്റി വെക്കാം. മറ്റ് ഡെയ്സി ചെടികളെ അപേക്ഷിച്ച് ഈ ഡെയ്സി ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും പൂക്കളായിരിക്കും. മറ്റ് ഡെയ്സി ചെടികൾ ഒരു കൂട്ടമായിട്ടാണ് മുട്ടുകൾ വന്നിട്ട് എല്ലാം വിരിഞ്ഞിട്ട് കുറച്ച് നാളത് നിൽക്കുമെങ്കിലും പോകുമ്പോൾ എല്ലാം കൂടി പോകും. പിന്നെ അടുത്തത് വിരിഞ്ഞ് അടുത്ത മുട്ടുകൾ വരണം. അപ്പം എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കളുണ്ടായില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. എപ്പോഴും വർഷത്തിൽ എല്ലാ മാസവും ഇതിൽ പൂക്കളുണ്ടാവും. ഇനി കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിൻ്റെ കട്ടിങ്സ് ഇട്ട് വെക്കുക. എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കുക. വേര് വരുമ്പോൾ സാധാ മണ്ണിൽ, വളം ചേർക്കാത്ത മണ്ണിൽ വെക്കുക. പിന്നീട് വേരൊക്കെ പിടിച്ച് ചെടി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിയുമ്പോൾ വളം ചേർത്ത മണ്ണിലേക്ക് ഇറക്കി വെക്കുക. എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. ഈ ചെടിക്ക് അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ചെടിക്ക് വെള്ളം കൊടുത്താൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് പച്ചപ്പോട് കൂടി ഇരിക്കും. ഇപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ചെടി ഇതേപോലെ വളർന്ന് നീണ്ട് ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് മാറാറുണ്ട്. ഇതേപോലെ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളർന്നു കഴിയുമ്പോൾ ഡീപ്പ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഇതല്ലെങ്കിൽ വലച്ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിൽ പച്ചപ്പോട് കൂടി വന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് പൂക്കൾ ഇതേപോലെ വന്നു തുടങ്ങും. അപ്പോഴാണ് ചെടി കാണാനായിട്ട് നല്ല ഭംഗി. ഇത് കണ്ടോ, നിറയെ പൂക്കളായിട്ട്. പൂക്കളൊക്കെ വന്ന് ഒരു 2 ദിവസമൊക്കെ അതേപോലെ തന്നെ നിൽക്കും. അത് കഴിയുമ്പോൾ ഇതേപോലെ ഉണങ്ങി വരും. അപ്പോൾ നമ്മൾ ആ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ശിഖരങ്ങൾ വന്നിട്ട് അതിൽ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ, നിറയെ മുട്ടുകളും നിറയെ പൂക്കളുമാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഇതേപോലെ ഉണങ്ങിയും പോവും. അപ്പോൾ നമുക്ക് മാറ്റി നടാം. ഒരു കീടങ്ങളും ഈ ചെടിയെ ആക്രമിക്കില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൂക്കളുടെ നടുക്കായിട്ട് ഒരു മഞ്ഞ പൂമുടി പോലെ ഉണ്ടാകുന്ന ആ ഭാഗത്ത് കുറേ ചെറിയ പ്രാണികൾ ഉണ്ടാവും. അത് മിത്രകീടങ്ങളെന്ന് പറയും. ആ പ്രാണികൾ നമ്മുടെ മറ്റ് ചെടികളുണ്ടാകുന്ന കീടങ്ങളെയൊക്കെ തിന്ന് നശിപ്പിക്കും. നമ്മുടെ പ്ലാന്റ് ഇതേപോലെ ഡീപ്പ് പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം വളമൊക്കെ അതിനിട്ട് കൊടുക്കണം. ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം. പിന്നീട് നമ്മുടെ അടുത്ത ഡെയ്സിയാണിത്. ഇത് ബ്ലൂ ഡെയ്സിയാണ്. ഇതും നല്ല ഭംഗിയാണ് ഗാർഡനിൽ നിൽക്കുന്ന കാണാനായിട്ട്. ഇത് ഒരു നാടൻ വെറൈറ്റിയാണ്. ഇത് യെല്ലോ ഡെയ്സിയാണ്. ഇതും ഭംഗിയാണ് കാണാൻ. പെറ്റൂണിയൊക്കെ നടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ ഈ ഡെയ്സി പൂക്കളും നടണം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കീടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഈ ഡെയ്സി സഹായിക്കും. ഇതെൻ്റെ വേറൊരു ഡെയ്സിയാണ്. ഇതും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഡെയ്സിയാണ്. ഗാർഡനിലൊക്കെ നിൽക്കുന്ന പോലെ ഇതേപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഒരു ടിപ്പ് പറയാം. നമ്മുടെ വീട്ടിലെ പഴത്തൊലിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.